കഴിഞ്ഞ ദിവസം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഹോർമുസ് കടലിടുക്കിലെ ആ സംഘർഷത്തിൽ അമേരിക്കയുടെ വമ്പൻ യുദ്ധക്കപ്പലുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാം ഭദ്രമാണെന്നും അമേരിക്കൻ സൈന്യം സുരക്ഷിതമാണെന്നും ലോകത്തോട് ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോഴും പുറത്തു വരുന്ന അന്താരാഷ്ട്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ അതീവ ഗൗരവകരമാണ്. ലോകത്തെ വിറപ്പിച്ച അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ 3 ഡിസ്ട്രോയറുകളാണ് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറിയത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് അമേരിക്കൻ നാവിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത പ്രഹരമായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ അഭിമാനമായ 3 യുദ്ധക്കപ്പലുകളാണ് ഇവിടെ ഇറാൻ സൈന്യം ലക്ഷ്യം വെച്ചത്. USS ടങ്സ്റ്റൺ, അതുപോലെ തന്നെ USS മാസോൺ, അതുപോലെ തന്നെ USS റാഫേൽ പെരാൾട്ട എന്നീ 3 ഡിസ്ട്രോയറുകളായിരുന്നു ആ കടൽ കടന്ന് എത്തിയിരുന്നത്. ഇവ വെറുമൊരു കപ്പലുകളല്ല, മറിച്ച് ശത്രുവിൻ്റെ മിസൈലുകളെയും അതുപോലെ ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക റഡാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ മിസൈലുകളും സജ്ജീകരിച്ചിട്ടുള്ള അതിമാരകമായ യുദ്ധയന്ത്രങ്ങൾ കൂടിയാണ്. സാധാരണ നിലയിൽ ഇത്തരമൊരു കപ്പലിനെ തൊടാൻ പോലും ശത്രുരാജ്യങ്ങൾ വലിയ തരത്തിൽ ഭയപ്പെടാറുണ്ട്. എന്നാൽ ഈ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇറാൻ ഒരു എണ്ണ ടാങ്കറിന് നേരെ പ്രകോപനപരമായ ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ ഇറാൻ്റെ വിപ്ലവ ഗാർഡുകളായ IRGC നടത്തിയ തിരിച്ചടി അമേരിക്കയാകെ ഞെട്ടിക്കുന്നത് കൂടിയായിരുന്നു. ഈ തിരിച്ചടിയിൽ അമേരിക്കൻ കപ്പലുകൾക്ക് എന്ത് സംഭവിച്ചു എന്നത് നമ്മൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ ഈ കപ്പലുകൾക്ക് നിലയുറപ്പിക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ അത്യാധുനിക കപ്പലുകൾ ഇറാൻ ആക്രമണത്തിന് മുന്നിൽ തീർത്തും പതറുകയും ജീവനും കൊണ്ട് മേഖലയിൽ നിന്നും പിന്തിരിഞ്ഞോടുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ കപ്പലുകളുടെ മുൻഭാഗത്ത് ഘടിപ്പിച്ചിരുന്ന ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം എന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ CIWS എന്നാണ് ഇതിനെ പറയുന്നത്. ഈ കപ്പലുടെ ഏറ്റവും അവസാനത്തെ രക്ഷാകവചം കൂടിയാണ് ഇതെന്ന് പറയും. സൈന്യ വിദഗ്ധനെ വിശേഷിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതായത് ഇനി രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല എന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ആയുധം കൂടിയാണിത്. വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത പരിധിയുള്ള ഈ സംവിധാനം അമേരിക്കൻ കപ്പലുകൾക്ക് ഉപയോഗിക്കേണ്ടി വന്നു എന്നത് തന്നെ ഇറാൻ്റെ ആക്രമണം എത്രത്തോളം കപ്പലുകൾക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ കൂടിയാണ്. ഇതിനെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളൊരു തേനീച്ചക്കൂട്ടിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ കയ്യിലുള്ള ഒരു മുണ്ട് വീശി ആ തേനീച്ചകളെ തുരത്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെയാണ് അമേരിക്കൻ കപ്പലുകൾ അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. ആ തേനീച്ചകളെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതിലെല്ലാം ഉപരി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തടിതപ്പി രക്ഷപ്പെടാനാണ് അമേരിക്കൻ ഡിസ്ട്രോയറുകളെല്ലാം ശ്രമിച്ചതും. ഇത് തന്നെയാണ് തെളിയിക്കുന്നതും, അല്ലെങ്കിൽ ഇത് തന്നെ തെളിയിക്കുന്നത് ഇറാൻ്റെ ആക്രമണത്തെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അമേരിക്കയുടെ ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് ഇറാൻ്റെ ആക്രമണത്തിൽ കാര്യമായ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. കപ്പലുകൾ അവിടെ തകർക്കപ്പെട്ടെങ്കിലും അവയുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്ന തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇനി ഈ സംഭവത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വിവാദപരമായ ഒരു പ്രസ്താവന കൂടി നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ട്രംപ് പറയുന്നത് സൂൺ അവർ ഡിസ്ട്രോയിഡ് വിൽ റീജോയിനിങ് അവർ നേവൽ ബ്ലോക്കേഡ് എന്നാണ്. അതായത് അവർ പറഞ്ഞു വെക്കുന്നത് ഈ 3 കപ്പലുകളും ഉടനെ തന്നെ നമ്മുടെ നാവിക ഉപരോധത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് കൂടിയാണ്. ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. നിലവിലിപ്പോൾ എവിടെയാണ് ഈ കപ്പലുകളുള്ളതെന്ന് ആർക്കും അറിയില്ല. എന്ത് മെയിൻ്റനൻസിന് വേണ്ടിയാണ് ഇവയെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നതെന്നും ആർക്കും അറിയില്ല. താൽക്കാലികമായി ഈ കപ്പലുകൾ സൈനിക സർവീസിൽ നിന്നും പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളത് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ഉടനെ തിരിച്ചെത്തുമെന്ന് ട്രംപ് ആശ്വാസം കൊള്ളുമ്പോഴും അവയ്ക്ക് സംഭവിച്ച കേടുപാടുകൾ തീർക്കാൻ സമയമെടുക്കുമെന്നതും പരസ്യമായ രഹസ്യം കൂടിയാണ്. ഇറാനെ തകർത്തുവെന്ന് ലോകത്തിന് മുന്നിൽ വീമ്പിളക്കുമ്പോഴും സ്വന്തം കപ്പലുകൾക്കേറ്റ പരിക്ക് മറച്ചു പിടിക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. അമേരിക്കൻ സൈനിക കേന്ദ്രമായ സെൻകോം പോലും ഈ നീക്കത്തെക്കുറിച്ച് പറയുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം ആസൂത്രിതവും സമാനതകളില്ലാത്തതുമായ ആക്രമണമാണ് ഇറാൻ ഈ കപ്പലുകൾക്ക് നേരെ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഇറാൻ്റെ അവകാശവാദം അനുസരിച്ച് അബു മഹദി എന്നറിയപ്പെടുന്ന 8 കരുത്തുറ്റ ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈലുകളും ഒപ്പം നൂതനമായ ചാവേ ഡ്രോണുകളും ചേർന്നുള്ള ഒരു സംയുക്ത ആക്രമണമാണ് കടലിൽ നടന്നത് എന്നുള്ളതാണ്. ഒരു വലിയ യുദ്ധത്തിന് സജ്ജമായ ഇത്രയും വലിയൊരു സംവിധാനത്തെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് തുരത്തുക എന്നത് ഇറാൻ്റെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പക്കലുള്ള പരമാവധി സൈനിക കരുത്ത് ഉപയോഗിച്ചാണ് അവർ അമേരിക്കയെ നേരിടുകയും ചെയ്തത്. ട്രംപിന് പുറമെ, അല്ലെങ്കിൽ ട്രംപ് പുറമെ ഇറാനെ നിഷ്പ്രഭമാക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ നാവികസേനയുടെ ആത്മവിശ്വാസത്തിന് ഈ സംഭവം വലിയൊരു പോറലേൽപ്പിച്ചിട്ടുമുണ്ട്, മങ്ങലേൽപ്പിച്ചിട്ടുമുണ്ട്.
നമുക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു മാപ്പ് വ്യക്തമായി നിങ്ങൾ കാണാൻ കഴിയും. UAE റാസൽ ഖൈമയ്ക്ക് അടുത്തുള്ള ഹോർമുസ് കടലിടുക്കിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ നിർണായകമായ ഏറ്റുമുട്ടൽ നടന്നത്. ഇതിൻ്റെ പ്രതിരോധ മേഖലയിലേക്ക് അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറി തങ്ങളുടെ സൈനിക മേധാവിത്വം സ്ഥാപിക്കാൻ അവിടെ നോക്കിയ അമേരിക്കയ്ക്ക് ലഭിച്ച കനത്ത പ്രകടനം കൂടിയാണത്. സാധാരണഗതിയിൽ ഹോർമുസ് കടലിടുക്ക് എന്നത് ഇറാൻ്റെ ശക്തമായ സ്വാധീന മേഖലയാണ്. അവിടെ അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇറാൻ അവയെ നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അമേരിക്കൻ കപ്പലുകൾ ഇറാൻ്റെ എണ്ണ ടാങ്കറിന് ലക്ഷ്യം വെച്ചതോടെ ഒട്ടും വൈകാതെ തന്നെ ഇറാൻ്റെ തീരദേശ മിസൈലുകൾ അല്ലെങ്കിൽ മിസൈൽ യൂണിറ്റുകളെല്ലാം സജീവമാവുകയും ആക്രമണം അതിർവിട്ട തരത്തിൽ തുടങ്ങുകയുമായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം കൂടിയാണ്. ഈ 3 ഡിസ്ട്രോയറുകളും ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന കോമ്പാറ്റ് സിസ്റ്റം കൂടിയുള്ളതാണ്. എന്നാൽ ഇറാൻ്റെ ചാവേ ഡ്രോണുകളെയും ക്രൂസ് മിസൈലുകളെയും കൂട്ടായ ആക്രമണത്തെ അല്ലെങ്കിൽ ക്രൂസ് മിസൈലുകളുടെ എല്ലാം കൂട്ടായ ആക്രമണത്തെ തടയാൻ ഈ സംവിധാനങ്ങൾക്കും പരിമിതികൾ കൂടിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക കൂടിയാണ്. ഡ്രോണുകൾ ഒരേ സമയം പല ദിശകളിൽ നിന്നും വരുമ്പോൾ കപ്പലിലെ റഡാർ സംവിധാനങ്ങൾ ആശയക്കുഴപ്പത്തിലാവുകയും പ്രതിരോധം പാളുകയും ചെയ്യുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കപ്പലുകൾക്ക് ഡാമേജ് സംഭവിച്ചതും അവയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നതും. ഇതുകൂടാതെ ഇറാൻ ഉപയോഗിച്ച അബു മഹദി മിസൈലുകൾക്ക് കടലിൽ താഴ്ന്നു പറക്കാനുള്ള കഴിവുകളുമുണ്ട്. ഇത് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ കപ്പലുകളെ ആക്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതിക വിദ്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന കൂടിയാണ്. ട്രംപ് ഭരണകൂടം ഈ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകാത്തത് ആഗോളതലത്തിൽ അമേരിക്കൻ ആയുധങ്ങളുടെ വിപണിയെ ബാധിക്കുമെന്ന പേടി കൊണ്ട് കൂടിയാണ്. സ്വന്തം കപ്പലുകൾക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്ത ആയുധങ്ങളാണ് അമേരിക്കയുടെ നിന്ന് വാർത്ത പരന്നാൽ അത് വലിയ നാണക്കേടുണ്ടാക്കും. യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നത് അമേരിക്കയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനല്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് ബോധ്യപ്പെടുത്താനാണ്. ഇറാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അമേരിക്കയെ വലിയൊരു ചതിക്കുഴിയിലാണ് അകപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അജേയമായ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് സ്വന്തം കപ്പലുകൾക്ക് നേരെയുള്ള മിസൈലുകളെ പോലും ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ല എന്നത് ആഗോള സൈനിക തലത്തിൽ വലിയ ചർച്ച കൂടിയായിരിക്കുകയാണ്. ഇറാൻ്റെ മിസൈൽ സാങ്കേതികവിദ്യ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുക കൂടിയാണ്. ഈ സംഭവത്തോടെ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. ഇറാൻ്റെ നിബന്ധനകൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സമാധാനപരമായി പിൻവാങ്ങുകയോ ചെയ്യുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അമേരിക്കയെ സാമ്പത്തികമായും സൈനികമായും തളർത്തുന്ന ഒരു ദീർഘകാല യുദ്ധത്തിലേക്കാണ് ഇറാൻ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഗർത്തത്തിലേക്ക് വീണ അമേരിക്കയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇറാൻ്റെ പല ഉപാധികളും വരും ദിവസങ്ങളിൽ അംഗീകരിക്കേണ്ടി വരും. ഒമാൻ കടലിൻ്റെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് തിരിച്ചു വരുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും സൈനിക വിദഗ്ധർ സംശയിക്കുന്നത് ഈ കപ്പലുകളുടെ കേടുപാടുകൾ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവയ്ക്ക് ദീർഘകാലം അറ്റകുറ്റപ്പണികൾക്കായി ഡോക്യാർഡുകളിൽ കഴിയേണ്ടിയും വന്നേക്കാം. ഇത് മേഖലയിലെ അമേരിക്കയുടെ നാവിക വിന്യാസത്തെ പോലും സാരമായി ബാധിക്കുകയും ചെയ്യും. അമേരിക്കൻ ഭരണകൂടം ഇത് എത്രത്തോളം മറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും സത്യം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഹോർമുസ് കടലിടുക്കിലെ ഈ സംഭവം ലോക ചരിത്രത്തിൽ അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിനേറ്റ കനത്ത പാടായി അല്ലെങ്കിൽ കറുത്ത പാടായി അവശേഷിക്കുകയും ചെയ്യും. അത് യാതൊരു തർക്കവും വേണ്ട. ഇറാൻ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത് വലിയ സൈനിക ശക്തികളെപ്പോലും തങ്ങളുടെ അതിർത്തിയിൽ മുട്ടുകുത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരാജയം കൂടിയാണ്. വരും ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് നിലപാടെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മേഖലയിലെ സമാധാനവും യുദ്ധവും ഏത് നിലയിലേക്ക് പോകുമെന്നറിയാൻ. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ നൽകിയ ഈ പ്രഹരം അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്ന് മറക്കാനൊന്നും കഴിയില്ല. കാരണം അത്രയും കടുത്ത പ്രഹരമാണ് അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്.